10-15 ദിവസം കൂടി ഇവിടെ പിടിച്ചിരിക്കണം. മുട്ടയും കഞ്ഞിയൊക്കെ കുടിച്ചിട്ടേ. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിൽ ആറാട്ട് തുടങ്ങും. പിന്നെ 41 ദിവസം അവിടെ അന്നദാനം ഉണ്ട്. അപ്പൊ അവിടെ കൂടാനോ പോണോ? ഈ 41 ദിവസം അന്നദാനത്തിൽ കടലപ്പായസം ഉണ്ടാവുമോ? എന്തിനാ? കടലപ്പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അനക്ക് ഗ്യാസ് അല്ലേ, ഇനി കടലയും കുത്തിക്കയറ്റണം. ഡോക്ടർ വരുന്നുണ്ട്. കണ്ടു അയ്യോ ഒരു വ്യത്യാസമില്ല. അയ്യോ ഇച്ചിരി കുറഞ്ഞിരുന്ന ഡോക്ടർ കണ്ടപ്പോ കൂടി. മൊത്ത സംഗീതമാണല്ലോ. ഒരു കുറവില്ല ഡോക്ടറെ, ഒരു കുറവില്ല. ഇത്രയും ഗ്യാസ് വരാൻ എന്താ കഴിച്ചത്? ഒന്നും കഴിച്ചില്ല. ഫുഡ് എന്താ കഴിച്ചത്? ഒന്നും കഴിച്ചില്ല. വെറുതെ പറയാ സിസ്റ്ററെ. 5 കോഴിമുട്ട ഒന്നും. 5 കോഴിമുട്ടയോ? ഇവരൊക്കെ മുട്ടയുടെ വെള്ളയെ കഴിക്കുള്ളൂ, മഞ്ഞ എല്ലാരും അവഗണിക്കുക. അപ്പൊ മഞ്ഞ അങ്ങനെ വെറുതെ ഇരിക്കണ ഞാൻ മഞ്ഞ കഴിച്ചു എന്നുള്ളതേ ഉള്ളൂ. ചേട്ടന് വീട്ടിൽ പോണ്ടേ? ഈ മഞ്ഞ ഇങ്ങനെ കഴിക്കാമോ? അല്ല, അതിന് ഞാൻ പകരം 2 ഗ്യാസിന്റെ ഗുളിക അധികം കഴിച്ചിട്ടുണ്ട്. എന്ത് ഗുളിക? ഗ്യാസിന്റെ. എന്റെ സിസ്റ്റർ, ഇയാൾക്ക് ഗ്യാസിന്റെ ഗുളികയല്ല ഇഞ്ചക്ഷനല്ലേ നമ്മൾ കൊടുക്കാൻ പറഞ്ഞത്. ഇഞ്ചക്ഷൻ ആണ് ഡോക്ടർ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ സിസ്റ്റർ എനിക്ക് എപ്പോഴും തരാറുണ്ടല്ലോ 2 നേരം ചുമന്ന ഗുളിക. അതിന്റെ ഗുളിക ഡോക്ടറെ. എന്റെ ചുവന്ന ഗുളിക ഗ്യാസിന്റെ ഇല്ലേ, അത് ഞാൻ കഴിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ മുകളിൽ വെച്ചായിരുന്നു. അത് കാണാൻ അതെടുത്ത് കഴിച്ചിരിക്കുകയാണ്. അതെ, കഴിക്കണ ഒരു സാധനം ഇവിടെ വെക്കാൻ പറ്റില്ല സാറേ. എന്ത് കണ്ടാലും എടുത്ത് കഴിക്കും. അത് ഗുളിക ആയാലും വേണ്ടില്ല, ചക്കക്കുരു ആയാലും വേണ്ടില്ല. ഭക്ഷണ ക്രമീകരണമാണ് വളരെ പ്രധാനം. ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല, വന്ന അതേപോലെ തന്നെ. മടിയാണ് ഡോക്ടർ, എക്സസൈസ് ഒന്നും ചെയ്യില്ല. ചെയ്യും. ഒന്ന് മാറ്റേ. ഒന്നുമില്ല. അത് നമ്മൾ സ്വയം വിചാരിക്കണം. ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്യോ, ഈ ചുണ്ടും വിരലൊക്കെ ഒന്ന് അനക്കാനുള്ള ശ്രമം ഉണ്ടാവണം. മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. അത് കഴിക്കുന്നുണ്ട്. ഡോക്ടർ സാറേ, എങ്ങനെയുണ്ട്? ഇന്നലെ മുട്ട കിട്ടിയില്ല. ഡോക്ടറെ, മുട്ടയ്ക്കും പാലിനും വേണ്ടി എവിടെ നിൽക്കണേ? അസുഖമൊന്നുമില്ല. ഇല്ല അല്ലേ? നാളെ ഡിസ്ചാർജ് ചെയ്തോട്ടോ. അല്ല ഡോക്ടർ, കയ്യിനും കാലിനൊക്കെ വല്ല വേദന ഉണ്ട്. അതൊക്കെ വീട്ടിൽ പോയി ശരിയാവും.